മലബാറിൽ ഹിന്ദുക്കളെ കൊല്ലേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ നടന്നത് കൃത്യമായി പറഞ്ഞ ഹിന്ദു കൂട്ടക്കൊലയാണ്. അതിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വലിയ വലിയ അവാർഡുകളൊക്കെ കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട്. അപ്പോൾ നമുക്ക് ഇതെന്താ, ഇവിടെ എന്തോ ഒരു പെശകുണ്ടല്ലോ. 12 വർഷം കൂടുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്ന ചേരമാൻ പെരുമാളിനെ പോലെയുള്ള അല്ലെങ്കിൽ പെരുമാക്കന്മാരെ തെരഞ്ഞെടുത്ത പെരുങ്കൂട്ടങ്ങൾ നടന്ന ജനകീയമായ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് ഈ തിരുനാവായ. ഇപ്പോഴും ഒരുപാട് ദുഷ്ടശക്തികൾ ഇത്തരത്തിലുള്ളൊരു മാമാങ്കം അല്ലെങ്കിൽ ഒരു മാഘമേള ഇവിടെ നടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. രാമൻ ജനിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ രാവണൻ പരിഭ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രകൃതിയിൽ അങ്ങനെ തന്നെയാണ്. ഈ ഒരു സംസ്കാരത്തിന് അടിത്തറയില്ലാത്ത ആൾക്കാർ അവിടെ കച്ചവടമായിരുന്നു, അവിടെ വേറെ യുദ്ധമായിരുന്നു എന്ന് പറയാൻ അവർക്ക് താല്പര്യം കൂടും. അതല്ലാതെ തെളിയിക്കുന്നത് നമ്മളാണ്. ഞാൻ ശരിക്കും 28 വയസ്സ് വരെ യുക്തിവാദിയായിരുന്നു. ദൈവമില്ലാതെ വിശ്വസിച്ച് നടന്നതാണ്. സഭയിലൂടെയൊക്കെ തന്നെയാണ് എല്ലാവരും കടന്നു വന്ന പോലെ ഞാൻ സഭയിലൂടെ. പക്ഷെ ഒരു പ്രത്യേക ദിവസം രാത്രി നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ വരികയും അതെല്ലാം പിറ്റേ ദിവസം സംഭവിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആകെ ഫ്ലിപ്പിലായി. ശാസ്ത്ര സംവാദങ്ങൾ നടന്നിരുന്നു, നവയോഗ്യ സംവാദങ്ങൾ നടന്നിരുന്നു. എന്ത് ശാസ്ത്ര പ്രബന്ധമുണ്ടെങ്കിലും ഇവിടെ പണ്ഡിത സദസ്സിന് മുമ്പിൽ വെച്ച് പെർമിഷൻ വാങ്ങിയാലെയാണ് അത് അംഗീകരിക്കുമായിരുന്നു. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ ശാസ്ത്ര സംവാദങ്ങൾക്ക് ഒക്കെ വേദിയായിരുന്ന ഇടങ്ങളാണ്. ഇവിടെ ഒരുപാട് വേദപാഠശാലകളുണ്ട്. പോത്ത് പള്ളിക്കൂടങ്ങൾ എന്നൊക്കെ പറയാവുന്ന സംഭവമാണ്. അതെല്ലാം തകർക്കപ്പെട്ടതാണ്. ഹൈദരാലി തകർത്തിട്ടുണ്ട്, ടിപ്പു സുൽത്താൻ തകർത്തിട്ടുണ്ട്. തൃത്താലയാണെങ്കിലും തിരുമറ്റക്കോടാണെങ്കിലും തിരുവില്ലാമലയാണെങ്കിലും തിരുനാവായ ആണെങ്കിലും എല്ലാം തന്നെ വേദപാഠശാലകൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു അന്തരീക്ഷം നമ്മൾ ഇവിടെ ഒരുക്കിയാൽ ഇവിടെ വീണ്ടും പണ്ഡിതന്മാർ വരും. നമസ്തേ, എനിക്കിപ്പം ചേരുന്നത് എഴുത്തുകാരനായ ജയരാജ് ഭിത്രയാണ്. ചേട്ടാ നമസ്തേ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചേട്ടൻ എഴുതിയ പുസ്തകമാണ്. അത് മാമാങ്കം മറച്ചു പിടിച്ച വെളിച്ചങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നമ്മൾ ഈ മഹാമാഘവേദിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് ചരിത്രങ്ങളെ വളച്ചൊടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിലേക്കുള്ള ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് ഈ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം? ഇത് സ്കൂൾ കാലം മുതൽ തന്നെ പഠിച്ചതും വായിച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഇങ്ങനെയല്ലല്ലോ സത്യം എന്ന് തിരിച്ചറിഞ്ഞൊരു പീരീഡിലുണ്ടായിരുന്നു. അതിലൊന്നാണ് ചേരമാൻ പെരുമാൾ. അവസാനത്തെ ചേരമാൻ പെരുമാൾ മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയി, തൊപ്പിയിട്ട് മക്കയ്ക്ക് പോയി എന്നുള്ളത്. പക്ഷെ അദ്ദേഹം തൃശ്ശൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാർക്കൊപ്പം കൈലാസത്തിലേക്ക് സ്വർഗാരോഹണം നടത്തിയതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കൃത്യമായിട്ട് ആ ദിവസം ശൈവ സന്യാസിമാർ തമിഴ്നാട്ടിൽ നിന്നും ഒഴുകി വന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിറയുകയും ഒരുപാട് ചടങ്ങുകൾ നടത്തുകയും തിരുവഞ്ചിക്കുളത്തേക്ക് ചെല്ലുകയും ഈ പറഞ്ഞ അദ്ദേഹം സ്വർഗാരോഹണം നടത്തിയതിൻ്റെ എല്ലാ ഓർമ്മകളും പുതുക്കാൻ വേണ്ടി ഒരാഴ്ചയോളം തമിഴ്നാട്ടിലെ ആൾക്കാർ ഭക്തർ വന്ന് നിറയുന്ന സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ഈ ചടങ്ങ് നടക്കുന്നത്. പക്ഷേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ചേരമാൻ പെരുമാൾ മക്കയ്ക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് കരുതപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തോ ഒരു പശയുണ്ടല്ലോ എന്നാണ്. അങ്ങനെ ഓരോന്നിലും നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൽ ഒന്നാണ് 1921 ഖിലാഫത്ത് പ്രസ്ഥാനമുണ്ടായി എന്നും, അതായത് തുർക്കിയിൽ ഖനീഫയെ സ്ഥാനമാറ്റം നടത്തിയ ബ്രിട്ടനെതിരെ മലബാറിൽ ഹിന്ദുക്കളെ കൊല്ലേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ നടന്നത് കൃത്യമായി പറഞ്ഞ ഹിന്ദു കൂട്ടക്കൊലയാണ്. അപ്പോൾ അതിനെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മലബാർ കലാപവും മാപ്പിള ലഹളയും 1920 കലാപെല്ലാം മാറ്റിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സമരമായി പറഞ്ഞ് അതിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വലിയ വലിയ അവാർഡുകളൊക്കെ കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട്. അപ്പോൾ നമുക്ക് ഇതെന്താ, ഇവിടെ എന്തോ ഒരു പെശകുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാമാങ്കം, ലോകത്തിലെല്ലാവരും വിശ്വസിക്കുന്ന മാമാങ്കം എന്ന് പറയുന്നത് തിരുനാവായ സ്ഥലത്ത് വെച്ച് നടന്നിരുന്ന 2 രാജാക്കന്മാരുടെ യുദ്ധമാണ്. അതായത് സാമൂതിരിപ്പാടും വള്ളുവക്കോനാതിരിയും തമ്മിൽ നടന്ന യുദ്ധം. അതിലെന്നും വള്ളുവക്കോനാതിരി തോറ്റുകൊണ്ടിരുന്നു. അവസാന സമയത്ത് സാമൂതിരി ഒന്ന് തൊടാൻ പറ്റി, അതോടുകൂടി അത് നിന്നു എന്നാണ് എല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് യുദ്ധം? ഒരു വിശേഷപ്പെട്ടൊരു സാധനം നേടിയെടുക്കാനല്ലാതെ ഒരു കാലത്തും ഭാരതത്തിൽ യുദ്ധം നടന്നില്ല. അപ്പോൾ എന്തായിരുന്നു ആ വിശേഷപ്പെട്ട സാധനം? ഈ ഒരു അന്വേഷണത്തിലാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയത്. വിശേഷപ്പെട്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാജാവായി ഇരിക്കാനുള്ള പദവിയാണ്. കേരളത്തിൻ്റെ രാജാവായി എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കണം. കാരണം ഇവിടെ നടക്കുന്ന ചടങ്ങുകൾക്കെല്ലാം അധ്യക്ഷനായിരിക്കുന്ന ഒരാളാണ്. അയാൾ വിദ്വാനായിരിക്കണം, ശ്രേഷ്ഠനായിരിക്കണം, കവിയായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന ആളായിരിക്കണം. ആ പദവിക്ക് വേണ്ടിയിട്ടാണ് സാമൂതിരി വള്ളുവക്കോനാതിരിയുമായി യുദ്ധം ചെയ്തത്. അപ്പോൾ അതെന്താണ് എന്ന അന്വേഷണമാണ് ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ കണ്ടെത്തിയ വഴികളിൽ ആണ് ഈ മാമാങ്കം കൊണ്ട് മഹാമാഘ മഹോത്സവത്തിൻ്റെ എല്ലാ വെളിച്ചങ്ങളെയും അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ഓരോന്നായിട്ട് നാവാമുകുന്ദൻ. ആദ്യം തന്നെ ഞാൻ നാവാമുകുന്ദൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് യാതൊന്നും അറിയില്ല, അറിയിക്കേണ്ടത് അങ്ങ് അറിയിക്കുക, പറഞ്ഞു തരേണ്ട ആൾക്കാരെ മുന്നിൽ എത്തിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്.
ഒരു പ്രത്യേക ഘട്ടത്തിൽ എഴുത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച സമയത്ത് അമ്മ അമൃതാനന്ദമയി ദേവി മഹാമണ്ഡലേശ്വരനോട് പറയുന്നു, ആ ഉണ്ണിയോട് ആ പുസ്തകം ഒന്ന് എഴുതാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പുസ്തകം ആവശ്യമുള്ളതാണ്. പ്രകൃതി, അമ്മ പ്രകൃതി തന്നെയാണ്. അപ്പോൾ അമ്മ പറയുന്നത് മഹാമണ്ഡലേശ്വരനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് അന്ന് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് പറഞ്ഞു, അതെ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതാണ് പൂർത്തിയാക്കിക്കോളൂ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് പൂർത്തിയാക്കുന്നത്. അമ്മ തന്നെയാണ് പ്രകാശനം നടത്തിയത്. 17-ാം തീയതി അമ്മ തന്നെ അത് പ്രകാശനം നടത്തി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടാണ് ആദ്യം പ്രതി നടത്തിയത്. അങ്ങനെയാണ് ആ പുസ്തകത്തിലേക്ക് വന്നത്. ഈ പുസ്തകത്തിന്റെ സമർപ്പണത്തിൽ പറയുന്നുണ്ട്, രാമനും കൃഷ്ണനും ഒന്നും ജീവിച്ചിട്ടിരുന്നില്ലെങ്കിൽ അവരുടെ പേരിൽ എന്തിനാണ് ഇത്രയും അധികം സ്മാരകങ്ങൾ? ഈ ചോദ്യം ചോദിച്ച് എൻ്റെ തലച്ചോറിനെ യുക്തി കൊണ്ട് കുലുക്കിയത് നിർമ്മലാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യുക്തിപൂർവമായി ചിന്തിക്കാൻ നിർമ്മലാനന്ദ സ്വാമികൾ വഹിച്ച പങ്ക് ജീവിതത്തിൽ എത്രത്തോളമാണ്? ഞാൻ ശരിക്കും 28 വയസ്സ് വരെ യുക്തിവാദിയായിരുന്നു. ദൈവമില്ലാതെ വിശ്വസിച്ച് നടന്നതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ആഭിമുഖ്യമുണ്ടായിരുന്നു. എസ്.എഫ്.ഐയിലൂടെയൊക്കെ തന്നെയാണ് എല്ലാവരും കടന്നു വന്ന പോലെ ഞാൻ എസ്.എഫ്.ഐയിൽ നടന്നു. പക്ഷെ ഒരു പ്രത്യേക ദിവസം രാത്രി നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ വരികയും അപ്രതീക്ഷിതമായ ചില ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ച് പോവുകയും അതെല്ലാം പിറ്റേ ദിവസം സംഭവിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ആകെ ഫ്ലിപ്പിലായിപ്പോയി. റൈറ്റ്, കാരണം ഇത് ഏതാ സത്യം എന്താ സ്വപ്നം എന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതിൻ്റെ സംശയവുമായി ഞാൻ നിർമ്മലാനന്ദ സ്വാമിയെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ജയനൊരു സംശയമുണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ കാണാത്തതും കാണാൻ പാടില്ലാത്തതുമായ കുറേ ലോകങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ നമ്മൾ കാണാത്തതുണ്ട് നമുക്ക് മനസ്സിലായി, പക്ഷെ കാണാൻ പാടില്ലാത്തതും എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ തിരിച്ചു പോരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭ്രാന്താവും. സാധാരണക്കാർക്ക് കാണുമ്പോൾ നമുക്ക് ഭ്രാന്താവും. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് ആദ്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ പിന്നെ നമുക്ക് അതിൽ അവിശ്വാസമില്ല. കാരണം നമ്മൾ ഇന്ന് വന്നും നമസ്കരിക്കുന്ന ഒരു ആചാര്യനാണ്. മറ്റു പല ആചാര്യന്മാരെ പോലെയല്ല തല്ലുകൂടാൻ കഴിയുമായിരുന്നു, ഞങ്ങൾക്ക് തർക്കിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹവും നമ്മളെ പോലെ ഒരു കുറുമ്പനായ മുത്തശ്ശൻ്റെ റോളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേരക്കുട്ടിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ചെയ്യാറുണ്ട്. അദ്ദേഹമാണ്, ഞാൻ മാത്രമൊന്നുമല്ല, കേരളത്തിൽ ഒരുവിധപ്പെട്ട കിളിപോയ ആൾക്കാരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി നാട്ടിലേക്ക് ഇറക്കിയത് അദ്ദേഹം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഞങ്ങളെയൊക്കെ പ്രാപ്തമാക്കിയത് അദ്ദേഹം. ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കേരളത്തിൽ യുക്തിയുടെ ദേവത ബന്ധനത്തിലാണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരുപാട് ആളുകളോട് അവർ യുക്തിവാദികളാണ് എന്ന് പറയുമ്പോൾ അവർ ഉന്നയിക്കുന്ന ചോദ്യം, ഇപ്പോൾ ചേട്ടനോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ, കൃഷ്ണനും രാമനൊക്കെ ജീവിച്ചിട്ടുണ്ടെന്നതിന് എന്താണ് തെളിവ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ യുക്തിപരമായി ശരിക്കും എത്ര പേര് ഇന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണോ ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അടുത്ത് തന്നെ ചില ആചാര്യന്മാർ വരെ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെട്ടു തുടങ്ങിയ മഹാമാഘ മഹോത്സവം. ഇത് കേരളത്തിൻ്റെ കുംഭമേളയെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിൻ്റെ കുംഭമേളയല്ല. കേരളത്തിൽ കുംഭമേള ഇല്ല. ആകെ കുംഭമേള 4 സ്ഥലത്തെ നടക്കുന്നുള്ളൂ. അതിന് കാരണം ഗരുഡൻ അമൃത് ഇറക്കി വെച്ച സ്ഥലങ്ങളാണ് എന്ന് അടിച്ചു പറയാൻ ചില ആചാര്യന്മാർ ശ്രമിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. തിരിച്ച് ഇതേ യുക്തി തന്നെ തിരിച്ചെടുക്കണം. ഇവിടെ സപ്തനദികളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് പരശുരാമനാണ്. അവിടെ കുംഭമേളയിൽ അമൃത് ഇറക്കി വെച്ചതിന് ഒരു സയൻറ്റിഫിക് സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലും ഇല്ല. കഥയാണത്, ഇതും കഥയാണ്. അപ്പോൾ പരശുരാമൻ പറയുന്നത് സപ്തനദികളുടെ സാന്നിധ്യമുണ്ടാണ്, എപ്പോഴുമുണ്ട്. മാഘമാസത്തിലല്ല, മാഘമാസത്തിൽ അതിൻ്റെ പ്രഭാവം ഉയരും. ആ സപ്തനദികളിൽ ഗംഗയുണ്ട്. ഗംഗയിൽ അവിടെ അമൃത് കലരുന്നുണ്ട്. അവിടെ അമൃത് കലരുന്ന ഗംഗ ഇവിടെ പ്രഭാവം മാറുന്നു നിൽക്കുന്ന സമയത്ത് ഇവിടെയും അമൃതമുണ്ട്. 2 തിരുനാവായ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെ കയ്യിൽ അമൃതമാണ്. അമൃതകുംഭമാണ്. അമൃതകുംഭ കലശവുമായി പുഴ കടന്നു വന്ന ശാസ്താവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമൃതം എങ്ങനെ ഇവിടെ വന്നു? അടുത്തത് ഗരുഡൻ ഇരിക്കുന്ന ഒരു കാവുണ്ട്, ഗരുഡൻ കാവ്. വിഷ്ണുവിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഗരുഡൻ്റെ കയ്യിൽ അമൃതകുംഭമാണ്. വിഷ്ണുവിൻ്റെ വാഹനമായിട്ടിരിക്കുന്ന ഗരുഡനാണെങ്കിൽ കയ്യിൽ അമൃത് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അമൃതിന് ഈ ദേശവുമായി കൃത്യമായ ബന്ധമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവേഗപ്പുറ, ഗരുഡന് അസുഖം വന്ന് ആ അസുഖം മാറാൻ വേണ്ടി ഗംഗയിൽ നിന്നും വിശേഷപ്പെട്ട ശിവലിംഗം എടുത്തുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് തിരിച്ച് വേഗത്തിൽ പുറപ്പെട്ട സ്ഥലമാണ് തിരുവേഗപ്പുറ. അതും ഭാരതപ്പുഴയുടെ വളരെ അടുത്താണ്. അപ്പോൾ ഈ പാലാഴി മധുരവും അമൃതും ഗരുഡനുമായിട്ട് നിറയെ കണക്ട് ചെയ്ത് കിടക്കുന്ന കഥയുണ്ട്. അപ്പോൾ അവിടെ ഗംഗയിലും അമൃതമുണ്ട് എന്നത് കഥയാണെങ്കിൽ, അതിൻ്റെ പ്രഭാവം ഇവിടെ ഉയരുമെന്നത് കഥയാണെങ്കിൽ, അത് സയൻസ് ആണെങ്കിൽ ഇതും സയൻസാണ്. അതുകൊണ്ട് ഇവിടെ അമൃതം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമുണ്ട്. ഇതാണ് എൻ്റെ യുക്തി. ഈ യുക്തി എങ്ങനെയാണ് ഈ ആചാര്യന്മാർ ഖണ്ഡിക്കുക? തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. കാരണം ഇന്നും ഒരുപാട് പേരുടെ മനസ്സിൽ എന്താ പറയുക, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയെ വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനൊരു മഹോത്സവം വരുമ്പോൾ ഒരുപാട് പേര് തീർച്ചയായും ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു വെച്ചത്. ഇനി ഈ മാമാങ്കം എന്ന് പറയുന്നത് യുദ്ധമല്ല, അതൊരു മഹാമാഘമാണ് എന്ന് പറയുന്നുണ്ട് ചേട്ടൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം അതിന് കൊടുക്കുന്നത്?
അതായത് എല്ലാ നദിയുത്സവങ്ങളും അവിടെ എന്തെങ്കിലും ഒരു സംഗമം നടക്കുന്ന സമയത്താണ് അവിടെ ഒരു ശ്രീചക്രം രൂപം കൊള്ളുക. അതായത് 3 പുഴകൾ 3 കടലുകളെല്ലാം ചേരുമ്പോൾ അവിടെ ഒരു ചുഴി രൂപപ്പെടും. പ്രകൃതിയിൽ ചുഴി എന്ന് പറഞ്ഞാൽ തിരിയുന്നത് പറഞ്ഞാൽ ശ്രീചക്രം തന്നെയാണ്. അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന കുണ്ടലിനിയാണ്, ശ്രീചക്രമാണ്, മഹാമേരുവാണ്, അതിൽ രാജരാജേശ്വരി ഇരിക്കുന്നുണ്ട്. അത് ഊർജത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. അത് ഇവിടെ സ്വാഭാവികമായിട്ട് ഭാരതപ്പുഴയിലെ ചുഴിയുണ്ട്, ഭാരതപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്ന ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ഇപ്പുറത്തിരിക്കുന്ന നാവാമുകുന്ദൻ്റെയും ക്ഷേത്രങ്ങളെ വെറുതെ ഒരു രേഖ കൊണ്ട് യോജിപ്പിച്ചാൽ ത്രികോണമാണ്. ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണമാണ്. അപ്പോൾ ത്രിമൂർത്തി സംഗമം നടന്ന ഭൂമിയിൽ നദിയിൽ ആണെങ്കിൽ അവിടെ ഒരു സംശയം വേണ്ട, പ്രഭവ കേന്ദ്രമാണ്. അവിടെ രാജരാജേശ്വരിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവിടെ 12 വർഷം കൂടുമ്പോൾ ഉത്സവങ്ങൾ നടക്കുന്നത് ഉറപ്പാണ്. ഈ പറഞ്ഞ കുംഭമേളയിലെല്ലാം നടക്കുന്നത്. എന്തുകൊണ്ട് 12 വർഷം കൂടുമ്പോൾ എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഒരു പരിക്രമണ സമയമാണ്. അപ്പോൾ വ്യാഴവട്ടം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ 12 വർഷം കൂടുമ്പോൾ അന്ന് സംഭവിച്ച പ്രഭാവം വീണ്ടും അതേ അളവിൽ തന്നെ ഇവിടെ വരണം. എല്ലാ ദേവതകളും പണ്ട് യാഗത്തിൽ ബ്രഹ്മാവ് നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരുന്ന സ്ഥലത്തെല്ലാം തന്നെ അവരുടെ ഊർജ്ജം കണ്ടേ തീരും. അപ്പോൾ ഈ 12 വർഷം കൂടുമ്പോൾ ഇവരെല്ലാം പ്രഭാവത്തിലേക്ക് ഉയരുന്ന സമയത്ത് അവിടെ വെച്ച് എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റിപ്പോകില്ല എന്ന ഉറപ്പിൽ 12 വർഷം കൂടുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്ന ചേരമാൻ പെരുമാളിനെ പോലെയുള്ള അല്ലെങ്കിൽ പെരുമാക്കന്മാരെ തിരഞ്ഞെടുത്ത പെരുങ്കൂട്ടങ്ങൾ നടന്ന ജനകീയമായ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് ഈ തിരുനാവായ. അതുകൂടാതെ വിദ്വത് സംഗമങ്ങൾ നടന്നിരുന്നു, ശാസ്ത്ര സംവാദങ്ങൾ നടന്നിരുന്നു, നവയോഗി സംവാദങ്ങൾ നടന്നിരുന്നു. എന്ത് ശാസ്ത്ര പ്രബന്ധമുണ്ടെങ്കിലും ഇവിടെ പണ്ഡിത സദസ്സിന് മുമ്പിൽ വെച്ച് പെർമിഷൻ വാങ്ങിയാലെയാണ് അത് അംഗീകരിക്കുമായിരുന്നത്. കാരണം ഇത്രയും ദേവതകളുള്ള ഒരു സ്ഥലത്തെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പ്രധാനമായ ഒരു സ്ഥലം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വെറും ചന്തവാണിഭമായിരുന്നു എന്നും വെറും കുത്തി കൊന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നു തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഇതൊന്നും കയ്യിലില്ലാത്തവർ, ഈ ഒരു സംസ്കാരത്തിന് അടിത്തറയില്ലാത്ത ആൾക്കാർ അവിടെ കച്ചവടമായിരുന്നു, അവിടെ വെറും യുദ്ധമായിരുന്നു എന്ന് പറയാൻ അവർക്ക് താല്പര്യം കൂടും. അതല്ല എന്ന് തെളിയിക്കുന്നത് നമ്മളാണ്. ഇപ്പൊ നമ്മള് നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ ശാസ്ത്ര സംവാദങ്ങൾക്ക് ഒക്കെ വേദിയായിരുന്ന ഇടങ്ങളാണ്. അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് പോയിരുന്ന ഒരുപാട് പേര്. പക്ഷെ ഇന്ന് ക്ഷേത്രങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ മഹാമാഘ മഹോത്സവം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുംഭമേളകളെ നമ്മൾ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് അവിടെ ഇതും കൂടി കാണാൻ സാധിക്കും. കാരണം അറിവ് പകർന്നു തരുന്ന ഇടങ്ങൾ കൂടിയായി മാറാറുണ്ട്. അപ്പോൾ മഹാമാഘ മഹോത്സവം അങ്ങനെ തന്നെയാണോ? ഇവിടെ ഒരുപാട് വേദപാഠശാലകളുണ്ടായിരുന്നു. ഒത്ത് പള്ളിക്കൂടങ്ങൾ എന്നൊക്കെ പറയാവുന്ന സംഭവമാണ്. അതെല്ലാം തകർക്കപ്പെട്ടതാണ്. ഹൈദരാലി തകർത്തിട്ടുണ്ട്, ടിപ്പു സുൽത്താൻ തകർത്തിട്ടുണ്ട്, 1921 തകർത്തിട്ടുണ്ട്. അതുകൂടാതെ ചില നാട്ടുരാജ്യങ്ങളിലെ കിടമത്സരങ്ങൾ കാരണവും തകർത്തിട്ടുണ്ട്. വേദം ചൊല്ലുന്ന സ്ഥലത്ത് അതിൻ്റെ ശ്രോതാവായി ശ്രീ ധർമ്മശാസ്താവ് വരുമെന്നാണ്. ഇപ്പോൾ പണ്ട് വേദം ചൊല്ലിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, തൃത്താലയാണെങ്കിലും തിരുമറ്റക്കോടാണെങ്കിലും തിരുവില്ലാമലയാണെങ്കിലും തിരുനാവായി ആണെങ്കിലും എല്ലാം തന്നെ വേദപാഠശാലകൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അന്ന് അവർ ചൊല്ലിയ വേദമന്ത്രങ്ങൾ നാദമായി അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു അന്തരീക്ഷം നമ്മൾ ഇവിടെ ഒരുക്കിയാൽ ഇവിടെ വീണ്ടും പണ്ഡിതന്മാർ വരും. വെട്ടത്ത് രാജ്യത്ത് നിന്നും വന്ന എല്ലാ കേമന്മാരും, തലക്കലത്തോട് പരമേശ്വര ഭട്ടതിരിപ്പാട് അങ്ങനെയുള്ള ജ്യോതിഷ പണ്ഡിതന്മാരായിക്കോട്ടെ, തുഞ്ചത്തെഴുത്തച്ഛനായിക്കോട്ടെ, പൂന്താനം, മേൽപ്പത്തൂര് തുടങ്ങിയിട്ടുള്ള സകല ആൾക്കാരും, പുതിയ തലമുറയിലേക്ക് വരുന്ന സി രാധാകൃഷ്ണൻ, തിരുവില്ലാമലയാണെങ്കിൽ വി കെ തുടങ്ങിയ എല്ലാവരും ഭാരതപ്പുഴ തീർത്ഥാണ്. പക്ഷിശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ദുചൂടനാണെങ്കിലും ചിത്രകാരനായിട്ടുള്ള AS ആണെങ്കിലും പല്ലാവൂർ ത്രയങ്ങളാണെങ്കിലും കൊട്ടുകാരാണെങ്കിലും എല്ലാം ഭാരതപ്പുഴ തീരം. ഇത്രമാത്രം പണ്ഡിതന്മാർ ഒരു പുഴയുടെ തീരത്തൊന്നും വന്നിട്ടില്ല. അപ്പം മറ്റേ 12 മക്കളുടെ കഥ പറയുന്ന വരരുചിയുടെ കഥ തൊട്ട് ഇതും ഭാരതപ്പുഴ തീരത്ത് നടന്ന കഥയാണ്. അതായത് കേരളം ആഘോഷിക്കുന്ന എല്ലാ ആചാര്യന്മാരും, അത് മാന്ത്രികമായിക്കോട്ടെ, താന്ത്രികമായിക്കോട്ടെ, മന്ത്രവാദമായിക്കോട്ടെ, കവികളായിക്കോട്ടെ, എല്ലാ മേഖലകളിലുമുള്ള കേമന്മാർ വന്ന് ജനിച്ചത് ഭാരതപ്പുഴ തീരത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു അരങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്താൽ ഇത് സൃഷ്ടിയുടെ ഭൂമിയാണ്, മുക്തിയുടെ ഭൂമിയാണ്. അവരെല്ലാം തിരിച്ചു വരും, ഒരു സംശയം. കാരണം അറിവ് മുഴുവൻ കിടക്കുന്നത് ഭാരതത്തിൽ നാദരൂപത്തിലാണ്. ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ഉപാധികളാണ്, അത് തകർത്താലും ഊർജ്ജം അവിടെ ബാക്കിയാണ്. ഇപ്പോൾ എന്താണ് ഈ മാഘം? ഇപ്പോൾ മഹാമാഘ മഹോത്സവം പറയാം, മാഘം ഒരു മാസമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് മാഘമാസത്തിൻ്റെ പ്രത്യേകത? മാഘം എന്ന് പറയുന്നത് നമ്മുടെ ഔദ്യോഗിക കലണ്ടറായുള്ള ശകവർഷത്തിലെ ഫാൽഗുനത്തിനും പൗഷത്തിനും ഇടയിൽ വരുന്ന മാസമാണ് മാഘമാസം. ഈ മാഘമാസത്തിലെ മകം നാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാഘമാസത്തിലെ മകം നാളിലായിരുന്നു പണ്ട് പരശുരാമൻ ആവശ്യപ്പെട്ട് ബ്രഹ്മാവ് ഇവിടെ യാഗം നടത്തിയത്. മാസങ്ങളിലെ പുണ്യമാസം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മൗനി അമാവാസി എന്ന് പറയുന്ന പിതൃക്കളുടെ അവസാന അമാവാസി, അതായത് മഹാശിവരാത്രിക്ക് തൊട്ട് മുമ്പ് വരുന്ന അമാവാസി കഴിഞ്ഞ് സൂര്യൻ ഉത്തരായണത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഉത്തരായന കാലം എന്ന് പറയുന്നത് ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയമാണ്. അതായത് 6 മാസം ഉറങ്ങി 6 മാസം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു പകൽ ദേവന്മാരുടെയാണ് നമ്മൾക്കുള്ള ഒരു 6 മാസം.
അപ്പോൾ ഉത്തരായനകാലം നമ്മൾ എന്ത് ദേവകാര്യങ്ങൾ ചെയ്താലും അതിന് 100 ഇരട്ടി ഫലമാണ്. കാരണം ദേവന്മാർ ഉണർന്നിരിക്കുകയാണ്. ക്ഷേത്രകാര്യങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഈ സമയം കാത്തിട്ടാണ് ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത്. ഈ സമയത്ത് സ്വർഗ്ഗാരോഹണം നടത്താൻ വേണ്ടിയിട്ട്. ഈ സമയത്താണ് വിഷ്ണു സഹസ്രനാമം ഉത്ഭവിച്ചത്. ഈ സമയത്താണ് പ്രപഞ്ചത്തിൽ ആദ്യമായി സൂര്യൻ ജനിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം ഇരുന്ന് ജപിക്കാൻ എനിക്കൊരു ഇടമില്ലാത്തതുകൊണ്ട് ജപിക്കാൻ പറ്റില്ല എന്ന് സൂര്യൻ പരാതി പറഞ്ഞപ്പോൾ ഈ മാസത്തിലാണ് സൂര്യന് 7 കുതിരകളെ കൂട്ടിയ തേര് കിട്ടുന്നത്. അങ്ങനെ ഗുപ്ത നവരാത്രി എന്ന് പറയുന്ന പീരീഡ്, അതായത് ഉപാസകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുപ്ത നവരാത്രി, ഇതെല്ലാം കടന്നു വരുന്നത് ഈ മാഘമാസത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ മാസങ്ങളിലെ പുണ്യമാസം എന്ന് പറയുന്നത്. എന്താണ് ഈ ഭാരതപ്പുഴയുടെ ഒരു ഉത്ഭവത്തിന്റെ കഥ? ഭാരതപ്പുഴയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പ്രാധാന്യമൊക്കെ എങ്ങനെയാണ്? ഭാരതപ്പുഴ ശരിക്കും തിരുമൂർത്തി മലയിൽ നിന്ന്, ആനമല നിരകളിലെ തിരുമൂർത്തി മലയിൽ നിന്നാണ് വരുന്നത്. അവിടെ അത്രയും അനസൂയയും തപസ് ചെയ്യുന്ന സമയത്ത് അത്രയുടെ തപശക്തി കൂടിയിട്ട്, തപസ് ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ സഹായിക്കാൻ വേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് തപശക്തി കാരണം അവിടെ മുഴുവൻ വറ്റി വരേണ്ട സമയത്ത് അദ്ദേഹത്തിന് ദാഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകൃതിക്ക് ദാഹിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഗംഗാദേവിയെ ഭാര്യയോട് വെള്ളം ചോദിച്ചു. അപ്പോൾ അനസൂയാദേവി ഗംഗയെ ഓർത്തു. ഗംഗാദേവി വന്ന് അവിടെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയൊരു ഉറവയായി വരാമെന്ന് പറഞ്ഞു ദാഹം മാറ്റാൻ വേണ്ടി. കാരണം പണ്ട് ഇന്ദ്രൻ മഴ പെയ്യാതെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കഷ്ടപ്പെടുത്തിയപ്പോൾ അനസൂയയുടെ തപശക്തി കൊണ്ടാണ് ഗംഗയിൽ വെള്ളം വന്നതും പ്രപഞ്ചത്തിന് മുഴുവൻ ഭക്ഷണം ഒരുക്കിയത്. അപ്പോൾ ഗംഗ ആ പ്രത്യുപകാരമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ഉറവായി അത്രയ്ക്ക് വെള്ളം കൊടുക്കുന്നു. പക്ഷേ അത്ര അപ്പോൾ പറയുന്നത് ഈ സാന്നിധ്യം നിത്യം ഇവിടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, അമ്മയുടെ ഒരു ദിവസത്തെ തപശക്തി, ഒരു വർഷത്തെ എന്താണ് പറയുന്നത് കൂടി കിട്ടി കഴിഞ്ഞാൽ ഞാനിവിടെ സാന്നിധ്യമാകുന്നു. അനസൂയയുടെ തപശക്തി കൂടി ചേർന്ന് ഗംഗ അവിടെ ഒരു സാന്നിധ്യമായി മാറുന്നു. അപ്പോഴും പുഴയായിട്ടില്ല. അതിനുശേഷം പരശുരാമൻ ആവശ്യപ്പെട്ട് ബ്രഹ്മാവോടെ യാഗം നടത്താൻ ചെല്ലുന്നു. സരസ്വതി വരാൻ വൈകിയതിനെ തുടർന്ന് ഗായത്രി തൽക്കാലത്തേക്ക് ഇരിക്കുന്നു. താൻ ഇരിക്കുന്ന സ്ഥലത്ത് ഗായത്രി ഇരിക്കുന്നുണ്ട്. ഗായത്രിയെ പുഴയാവട്ടെ എന്ന് ശപിക്കുന്നു. തിരിച്ച് സരസ്വതിയെ ശപിക്കുന്നു. അതിന് കാരണക്കാർ, ഇവരിറങ്ങാൻ വൈകാൻ കാരണക്കാർ ഞങ്ങളാണല്ലോ എന്ന് ചോദിച്ച് പാർവതിയും ഇന്ദ്രൻ്റെ ഭാര്യ ശചീദേവിയും ലക്ഷ്മീദേവി, ഇവരെല്ലാവരും സ്വയം പുഴകളായി മാറുന്നു. ഇങ്ങനെ ഈ ആദ്യത്തെ ഗംഗയായ ആ ഉറവിലേക്ക് ഈ പുഴകളെല്ലാം ചേർന്നിട്ടാണ് ഇപ്പോഴുള്ള ഭാരതപ്പുഴയായി മാറുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ വരവ് തന്നെ ദേവതകളിൽ നിന്നാണ്, മഹർഷികളിൽ നിന്നാണ്. ഇതുകൊണ്ട് തന്നെയാണോ ഭാരതപ്പുഴയെ ദക്ഷിണഗംഗ എന്ന് വിളിക്കുന്നത്? ദക്ഷിണഗംഗ അവിടെ ഗംഗയുടെ ഉത്ഭവം തന്നെയാണല്ലോ. ദക്ഷിണ ഭാഗത്ത് ഗംഗ ഉത്ഭവം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരുന്ന സ്ഥലത്തെല്ലാം അങ്ങ് കൂടെ ഉണ്ടാവണമെന്ന് പരമശിവനോട് പണ്ട് ആവശ്യപ്പെട്ടിട്ട് ഗംഗ പരമശിവൻ അത് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഗംഗ ഉത്ഭവിച്ചാൽ പരമശിവൻ പറഞ്ഞുകൊണ്ട് ശിവക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഓരോ വളവിലും ശിവക്ഷേത്രങ്ങൾ കാണും. ഈ തിരുമൂർത്തി മല നമുക്കറിയാം, നമ്മുടെ രഥോത്സവം ആരംഭിച്ചിരിക്കുന്ന തിരുമൂർത്തി മലയിൽ നിന്നാണ്. തടയുകയും ചെയ്തു. അതെ. തിരുമൂർത്തി മലയും ദത്താത്രേയനും തമ്മിലുള്ള ബന്ധം എന്താണ്? തിരുമൂർത്തി മല, അതായത് അത്രി മഹർഷി അനസൂയ മഹർഷിയുടെയും തപസ്സിൻ്റെ ബലം പരീക്ഷിക്കാൻ വേണ്ടി ദേവതകൾ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ ഭാര്യമാർക്ക് ഒരു കൗതുകമുണ്ട്. കാരണം പാതിവൃത്യത്തിൽ ഏറ്റവും കേമം അനസൂയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഈ ത്രിമൂർത്തികളെ പറഞ്ഞു വിടുന്നു. അവരവിടെ ചെന്നിട്ട് ഭിക്ഷ ചോദിക്കുന്നു. അനസൂയ ദേവി ഭിക്ഷ കൊടുക്കാമെന്ന് പറയുന്നു. അകത്തേക്ക് പോകുന്ന സമയത്ത് അവർ നിൽക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിബന്ധനയുണ്ട്, നഗ്നമായി നിന്നിട്ട് ഞങ്ങൾ ഭിക്ഷ സ്വീകരിക്കുള്ളൂ. കഥയിൽ തന്നെ തരുന്ന ആൾ നഗ്നയായിട്ട് വേണമെന്നും പറയുന്നുണ്ട്. കഥ എന്താണെങ്കിലും അതിൻ്റെ തത്വം ഇതാണ്: അന്യപുരുഷനും അന്യസ്ത്രീയും ഇവർ പരസ്പരം നഗ്നത കാണരുതെന്നാണ്. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് കമണ്ടലിൽ ഇരുന്ന് കുറച്ച് വെള്ളം തിളയ്ക്കുന്നു. അതോടെ ഇവർ 3 പേരും കൈക്കുഞ്ഞുങ്ങളായി മാറുന്നു. പിന്നെ ഭിക്ഷയൊക്കെ മാറിയിട്ട് അവർക്ക് പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തി ഉറക്കുന്ന അവസ്ഥ വന്നു. അതോടുകൂടി പ്രപഞ്ചത്തിൻ്റെ സംഗതികൾ മുഴുവൻ താളം തെറ്റി. കാരണം സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല, 3 കുട്ടികളായിട്ട് കളിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഭാര്യമാർ വരുന്നു, ദേവതകൾ വരുന്നു. അങ്ങനെ തിരിച്ച് പഴയ രൂപത്തിലാക്കുന്നു. പഴയ രൂപത്തിലാക്കുമ്പോൾ അവർ ചോദിച്ചു, തപശക്തി പരീക്ഷിക്കാൻ വന്നതാണ്, ഞങ്ങൾ സന്തോഷത്തിലാണ്, എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ മക്കളായിട്ട് വരണം. അങ്ങനെ ഈ 3 പേരും ചേർന്ന മകനാണ് ദത്താത്രേയ ഭഗവാൻ. 3 തലയും 6 കൈകളുമാണ്. എന്ന് വെച്ചാൽ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഒരേ ഭാവമാണ് ദത്താത്രേയ ഭഗവാൻ. ഈ ദത്താത്രേയ ഭഗവാനാണ് ഇപ്പോൾ ഇവിടെ കുംഭമേള നടത്താൻ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായ ജൂന അഖാഡയുടെ ഭഗവാൻ ദത്താത്രേയൻ. ഇപ്പം നമുക്കറിയാം, തിരുനാവായയിൽ നടന്നിരുന്ന ഈ മാമാങ്കം, അത് ആരുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം, അല്ലെങ്കിൽ അതിന് പിന്നിലൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നില്ല അത് നിർത്തലാക്കിയതിന് പിന്നിൽ അത്രയും വർഷങ്ങൾക്ക് മുൻപിൽ? ഇത് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ പെരുമാൾ സ്വർഗാരോഹണം നടത്തിയപ്പോൾ അവിടേക്ക് പുതിയൊരു പെരുമാൾ ഇല്ലാത്ത സമയത്ത് കൊച്ചി രാജാവിൻ്റെ അധീനതയിൽ വന്നു ചേർന്ന അധ്യക്ഷ പദവിയാണ്. പക്ഷേ അന്ന് സാമൂതിരിയുടെയൊക്കെ യുദ്ധങ്ങൾ കാരണം പതുക്കെ അകത്തേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കൊച്ചി രാജാവ്. അപ്പോൾ വെട്ടത്ത് രാജ്യത്തുള്ള ഈ സ്ഥലം കൊച്ചി രാജാവ് ഈ സാമൂതിരിയോട് ചെറിയൊരു താല്പര്യക്കുറവുള്ളതുകൊണ്ടും അദ്ദേഹം അത് വള്ളുവക്കോനാതിരിയെ ഏൽപ്പിച്ചതാണ്. വള്ളുവക്കോനാതിരിയെ യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അതിൻ്റെ കഥ വേറെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഇത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കരാറുണ്ടായിരുന്നു.
കൊച്ചി രാജാവിൻ്റെ കുടുംബദേവതയായ വന്നേരി ചിത്രകൂടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് രാജകീയ ചിഹ്നങ്ങളോടി എന്നാണോ അവിടെ വരുന്നത് അപ്പോൾ ഈ അധ്യക്ഷ പദവി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരു തവണ ഒഴിഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. കൃത്യമായ ഉടമ്പടി അവർ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊടുത്ത സ്ഥാനത്താണ് വിരിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കച്ചവടം ചെയ്യാൻ വന്ന കോഴിക്കോട് അലി എന്ന് പറയുന്ന ഒരാൾ തിരിച്ച് ചെന്ന് സാമൂതിരിയോട് പറയുന്നു, ഗംഭീരാണ് മാമാങ്കം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടെന്നല്ല, വേറെ എന്താ അവിടെ പ്രത്യേകത എന്ന് സാമൂതിരി ചോദിക്കുന്നു. അങ്ങനെയല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ബഹുമാനം ചെറുതല്ല. അദ്ദേഹം അങ്ങേക്കാൾ ശക്തി കുറഞ്ഞവനാണ്, അങ്ങേക്കാൾ പണ്ഡിതനല്ല, മോശമാണ്, അതാണ് ഇതാണ് 100 കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഇരിക്കേണ്ടത് അങ്ങാണ്. ആ സ്ഥാനം വേണമെങ്കിൽ ഞങ്ങളോട് സഹായിച്ച് പിടിച്ചടക്കി തരാം. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഒരു അധികാര മോഹം ഉണ്ടാകുന്നു. അപ്പോൾ പകരം എന്താ അങ്ങ് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ നിലപാട് തറയിൽ വലതുഭാഗത്ത് നിൽക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കര വഴി സാമൂതിരിയും കടൽ വഴി കടൽ കൊള്ളക്കാരായ കോഴിക്കോട് അലിയും സംഘവും ആക്രമിക്കുന്നു. ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. തിരുനാവായ യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലെല്ലാം തന്നെ സാമൂതിരി തോറ്റു. അവസാനം മങ്ങാട്ടച്ചനോട് ചോദിച്ചു, എന്താ നമ്മളിങ്ങനെ തോൽക്കുന്നതെന്ന് ചോദിച്ചു. മങ്ങാട്ടച്ചൻ ഗുരുവായൂരപ്പ ഭക്തനാണ്. അദ്ദേഹം പറഞ്ഞു, അടുത്ത യുദ്ധത്തിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അടുത്ത യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, അടുത്ത യുദ്ധത്തിലും നമ്മൾ തോൽക്കും, പക്ഷേ കാരണം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അടുത്ത യുദ്ധത്തിലും തോറ്റുകൊണ്ടിരിക്കുന്നു. ശക്തിയും വീരവും ഒക്കെ ഇവിടെ കൂടുതലായിട്ട് പോലും തോറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ എന്നെ ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. തൊട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് യുദ്ധം ചെയ്ത് തിരുമാന്താംകുന്നിലെ അമ്മയാണ്. അപ്പോൾ അമ്മയോട് ജയിക്കാൻ പറ്റുന്നത് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ വഴിയെന്ന് ചോദിച്ചു. അമ്മയെ തന്നെ ആശ്രയിച്ചോളൂ തോന്നുന്നു. അങ്ങനെ അവർ വേഷം മാറി തിരുമാന്താംകുന്നിൽ വന്ന് ഉപാസന ഇരുന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട് കോഴിക്കോട് അമ്മ സാന്നിധ്യമാവണം എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ കയ്യിൽ വള ഊരി എറിഞ്ഞു എന്നാണ്. ആ വള ഊരി എറിഞ്ഞ വള കറങ്ങിയിട്ട് ഒരാഴ്ച കടന്ന് തിരിഞ്ഞ സ്ഥലമാണ് ആഴ്ചവട്ടം. അതുപോയി വീണ സ്ഥലമാണ് തിരുവളയനാട്. അങ്ങനെ തിരുവളയനാടിൽ അമ്മ സാന്നിധ്യമായി. സാമൂതിരി അമ്മയുടെ ഭക്തനായി. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അമ്മ യുദ്ധം ചെയ്യുന്നുണ്ട്. ഇനി ആർക്കാണോ ശക്തി അവർ ജയിക്കും. അങ്ങനെയാണ് സാമൂതിരിപ്പാട് ഇത് പിടിച്ചടക്കുന്നത്. സത്യത്തിൽ സാമൂതിരിയുമല്ല ജയിച്ചത്, വള്ളക്കോനാതിരിയുമല്ല ജയിച്ചത് കോഴിക്കോട് അലിയാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഹൈദരലി ആണെങ്കിലും ടിപ്പു സുൽത്താൻ ആണെങ്കിലും 1921 ആണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും എല്ലാവരും കേരളത്തിനെ ആക്രമിക്കാൻ കയറി വരുന്നത് ഇവർ ഉണ്ടാക്കി കൊടുത്ത ഈ അധികാരത്തിൻ്റെ കൊതിയിലുള്ള പഴുതിലൂടെയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നും നമ്മൾ ഈ മഹാമഹോത്സവവുമായി ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം തുടക്കത്തിൽ നമ്മൾ കണ്ടു സർക്കാർ പെട്ടെന്ന് എന്താ പറയുക, മുൻപേ പെർമിഷനുകളെല്ലാം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പെട്ടെന്നൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ രഥോത്സവം ആരംഭിച്ചതിന് ശേഷം നമ്മൾ കണ്ടു സ്റ്റാലിൻ അത്തരത്തിലൊരു നടപടി എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം സനാതന ധർമ്മത്തെ അത്രമേൽ വെറുക്കുന്ന ഒരു മനുഷ്യനാണ്, അത്രമേൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവിടെയും അത് തടസ്സപ്പെടുത്താൻ നോക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ദുഷ്ടശക്തികൾ ഇത്തരത്തിലുള്ളൊരു മാമാങ്കം അല്ലെങ്കിൽ ഒരു മാഘമേള ഇവിടെ നടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ രാമൻ ജനിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ രാവണൻ പരിഭ്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് പ്രകൃതിയിൽ അങ്ങനെ തന്നെയാണ്. രാവണൻ ഉണ്ടെങ്കിലേ രാമൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കുന്നവരാണ് ഇത് സംഘാടകർ. കാരണം തടസ്സങ്ങളില്ലെങ്കിൽ ഇത് വളരെ സുഖമായി നടക്കുകയാണെങ്കിൽ അതിന് വലിയൊരു ഹരമൊന്നുമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. പിന്നെ ഇവിടുത്തെ പാലത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പാലം പണിക്ക് മുൻകൂട്ടി പെർമിഷൻ വാങ്ങിയില്ല എന്ന് പറഞ്ഞു. എല്ലാ ഉത്സവങ്ങൾക്കും അപ്ലിക്കേഷൻ കൊടുക്കും, ഫീസ് അടയ്ക്കും, ഓൺലൈനിൽ അടുത്തത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനാണ്. 2, നിങ്ങൾ വാക്കാൽ നടത്തിക്കോളൂ എന്ന് പറയുന്ന കളക്ടർ തൊട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വാക്കാലുള്ള പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ സർവോദയ സംഘത്തിൻ്റെ ആണെങ്കിലും പാലം പണിയാറുണ്ട്, നടക്കാറുണ്ട്. ചെറുകോൽപ്പുഴ കൺവെൻഷൻ ആണെങ്കിലും മാരാമൺ കൺവെൻഷനിലൊക്കെ പുഴയിൽ തന്നെയാണ് നടത്തുന്നത്. ഇതിനൊന്നിനും ഇല്ലാത്ത എന്ത് നദീതട സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്ക്. ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാണ്ട് ഇതിന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കുകയോ ഇതിന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയല്ല ചെയ്തത്. അപ്പോൾ അതിനൊക്കെ എന്താ നിങ്ങൾ ചെയ്തത്? ഇവിടെ മാത്രമല്ല, ഇവിടെ തന്നെ ഒരു മുസ്ലിം സംഘടനയുടെ വലിയ സമ്മേളനങ്ങൾ ഭാരതപ്പുഴയിൽ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ അവിടെ നിന്നും പുഴ മലിനമാവുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് യുക്തി എന്ന് പറഞ്ഞ സാധനം. പിന്നെ സ്റ്റാലിൻ ഒരു വഴിക്ക് പോകണമെങ്കിൽ മിനിമം 100 വണ്ടികളുടെ അകമ്പടിയോടുകൂടി പോകുന്ന ആളാണ് സ്റ്റാലിൻ. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് കാരണം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം, നിവർന്നെന്ന് ചോദിക്കണം. അത് സംശയമൊന്നുമില്ല. ഇപ്പോൾ സ്റ്റാലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് എന്ത് ആത്മീയമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതിന് തടസ്സം വയ്ക്കുക എന്നുള്ളത് സ്റ്റാലിൻ ഇപ്പോൾ സ്ഥിരമായി ചെയ്തപ്പോൾ തിരുപ്പരക്കുണ്ട്രമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അല്ല, ഇവരൊന്നും അത്ര ഭക്തിയില്ലാത്തവരൊന്നുമല്ല. ഇവരെല്ലാവരുടെയും ഭാര്യമാർ അവർ ഭർത്താവ് ചെയ്യുന്ന പാപം തീരാൻ വേണ്ടിയിട്ട് അതാത് ക്ഷേത്രങ്ങളിൽ കൃത്യമായി വഴിപാടുകൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്റ്റാലിനും നല്ലപോലെ പേടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതിന് പുറകിൽ നല്ല രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. അതായത് അവിഹിതമായ ധനസമ്പാദനം, അവിഹിതമായ അധികാരം, ഇതാണ് ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും ദുഷിപ്പിക്കുന്നത്. ഞാൻ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ധർമ്മം എന്നെ രക്ഷിക്കുമെന്നൊരു ഉറപ്പാണ് സനാതനത്തിൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. നിങ്ങൾ ആര് പറഞ്ഞാലും ശരി, ഇത് നടത്തുന്നതാണ് മഹാമണ്ഡലേശ്വർ പറഞ്ഞത്. ഞങ്ങൾ തീരുമാനിച്ച സ്ഥലത്ത് നടത്തുമെന്ന് പറഞ്ഞു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും നടന്നില്ലല്ലോ, പറയാൻ പറ്റില്ല.